സ്ത്രീകളുടെ കുട്ടികളുടെയും ക്ഷേമം സംബന്ധിച്ച ഒരു വകുപ്പ് രൂപീകരിക്കപ്പെടുന്നത് ഈ 9.5 വർഷ കാലയളവിനുള്ളിൽ 2017 ഒരു പുതിയ വകുപ്പ് സമർപ്പിതമായി സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം സംബന്ധിച്ച് ഉണ്ടാകണം എന്നുള്ള നയപരമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഒരു വകുപ്പ് കേരളത്തിൽ രൂപീകരിക്കപ്പെടുന്നത്. ജെൻഡർ ഓഡിറ്റിംഗ്, ജെൻഡർ ബഡ്ജറ്റിംഗ് ഇതൊക്കെ പ്രാവർത്തികമാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ സുസ്ഥിര വികസനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ സാധ്യമാക്കുന്നതിനായി ജനസംഖ്യയുടെ 52% വരുന്ന സ്ത്രീകളുടെ ശാക്തീകരണം, ക്ഷേമം, അതുപോലെ തന്നെ സമത്വം, സാമൂഹിക നീതി ഇതൊക്കെ ഉറപ്പാക്കുന്നതിന് ഉള്ള ഇടപെടലുകൾ, ഗ്യാപ്പുകൾ കണ്ടെത്തിക്കൊണ്ട്, വിടവുകൾ കണ്ടെത്തിക്കൊണ്ട് കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് നാം ലക്ഷ്യപ്പെട്ടത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളതിൽ ഒന്നാമതായി തീർച്ചയായിട്ടും ഇവിടെ ബഹുമാന്യനായിട്ടുള്ള MLA പറഞ്ഞു, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ അതിക്രമങ്ങൾ സംബന്ധിച്ചിട്ട് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിന് ഒരു കാരണം തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ടിംഗ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു കാരണം. അതിൽ മറ്റു അനേകം കാരണങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് നമുക്ക് കേരള സംസ്ഥാനം ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇപ്പോൾ നമുക്ക് 77 സർവീസ് പ്രൊവൈഡേഴ്സിനെ കൂടി ഈ തരത്തിൽ സമീപിക്കുന്നതിനും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും വേണ്ടി കേരളത്തിൽ നമുക്ക് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിയോഗിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാം ചെയ്യും. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് NGOs കൂടി അതിന്റെ ഭാഗമായിട്ട് ആ നിലയിലുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. കേസ് ഐഡന്റിഫിക്കേഷന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ എല്ലാ ജില്ലകളിലും പോലീസ് സ്റ്റേഷനുകൾ വനിതാ പോലീസ് സ്റ്റേഷനുകൾ സാധ്യമാണ്. ഒരു വനിതാ പോലീസ് സ്റ്റേഷന്റെ ജൂറിസ്ഡിക്ഷൻ ഒരു ജില്ല മുഴുവനാണ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലേക്ക് പോയി ജനകീയ പോലീസിങ്ങിന്റെ ഭാഗമായി, ജനമൈത്രി പോലീസിങ്ങിന്റെ ഭാഗമായി ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം അവർ ജനങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും പരാതികൾ കേൾക്കുന്നതിനും പോലീസ് തന്നെ നേരിട്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാതെ തന്നെ ജനങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ആഭ്യന്തര വകുപ്പ് ചെയ്തൊരു കാര്യമുണ്ട്, അത് സാന്ദർഭികമായി പറയട്ടെ. അതായത് 2% നമ്മുടെ പോലീസ് സേനയിലെ സ്ത്രീ സാന്നിധ്യം. പോലീസ് സേനയിലെ സ്ത്രീ സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത് സ്ത്രീ ശാക്തീകരണ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കണ്ടുകൊണ്ട് തന്നെ അത് ആദ്യഘട്ടത്തിൽ 15% എന്നും പിന്നീട് 50% കേരളത്തിലെ പോലീസ് സേനയിലെ സ്ത്രീ സാന്നിധ്യം വർദ്ധിപ്പിക്കണമെന്നുള്ള കാഴ്ചപ്പാടുകൊണ്ടുള്ള ഇടപെടലുകളുണ്ട്. 2017 ഒരു ബറ്റാലിയൻ തന്നെ സെൽഫ് ഡിഫൻസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്ത് പുറത്തിറക്കുന്ന സാഹചര്യം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഉണ്ടായി. 2-3% നിന്ന് ഏതാണ്ട് 10-11% ഇപ്പോൾ കേരളത്തിലെ പോലീസ് സേനയിലെ സ്ത്രീ സാന്നിധ്യമായിട്ടുള്ളത്. അത് 15% ആക്കുകയും അതോടൊപ്പം തന്നെ 50% അത് ഉയർത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും കേരള സംസ്ഥാനം അതിക്രമങ്ങളോട്, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളിൽ 0 ടോളറൻസ് ഉള്ള സംസ്ഥാനമാകണം എല്ലാ അർത്ഥത്തിലും 2031 എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇപ്പോ ഗാർഹിക അതിക്രമം നേരിടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലം നമുക്ക് 1 സ്റ്റോപ്പ് സെന്റേഴ്സ് ഉണ്ട്. അതുപോലെ നിയമ സംരക്ഷണം ഈ പറഞ്ഞതുപോലെ 1 സ്റ്റോപ്പ് സെന്റേഴ്സും മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ നൽകുന്നു. 1 സ്റ്റോപ്പ് സെന്റേഴ്സിൽ മാത്രം 9 വർഷത്തെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 10,708 സ്ത്രീകളാണ് 1 സ്റ്റോപ്പ് സെന്ററുകളിൽ വന്ന് അവര് സർവീസ് തേടിയിട്ടുള്ളത്. നമുക്ക് 25 ദിവസത്തോളം അവർക്ക് ഷെൽട്ടർ ഒരുക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾക്കും 1 സ്റ്റോപ്പ് സെന്റേഴ്സ് ഉണ്ട്, മഹിളാ മന്ദിരങ്ങളുണ്ട്. അതോടൊപ്പം ലീഗൽ സർവീസ് സാധ്യമാകും. ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യും. എന്ത് സംഭവിക്കുന്നു ഈ സ്ത്രീകൾക്ക്? നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യമാണ്. ഗാർഹിക അതിക്രമങ്ങൾക്ക് ഇരകളാവുന്ന സ്ത്രീകൾ എല്ലാവരും പരാതികളിലേക്ക്, അല്ലെങ്കിൽ എല്ലാവരും ആ നിലയിൽ മുന്നോട്ട് വന്ന് ആ പരാതികളിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ അല്ലാത്ത ആളുകളും ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ട്. ഇനി അങ്ങനെ പരാതികളായിട്ട് വരുന്നവരും ചിലയിടങ്ങളിൽ കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്.
അപ്പൊ ഇങ്ങനെ ഈ പരാതികളോ നിയമ നടപടികളോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീകൾ എങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ചോദ്യത്തിന്റെ അന്വേഷണത്തിലാണ് വനിതാ ശിശു വികസന വകുപ്പ് ഒരു കാര്യം കൂടി അതിലൊരു ഫോളോ അപ്പ് തുടർച്ച ഉണ്ടാകണം എന്നുള്ളത് കണ്ടുകൊണ്ട് അവർക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി ഈ കാലഘട്ടത്തിൽ നമ്മൾ ആവിഷ്കരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഇപ്പൊ വിജ്ഞാന കേരളവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് അവരെ ഐഡന്റിഫൈ ചെയ്ത് തൊഴിൽ ആവശ്യമായിട്ടുള്ളവർക്ക്, അതുപോലെ സ്കിൽ ട്രെയിനിങ് ആവശ്യമായിട്ടുള്ളവർ, കാരണം ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഒരു സ്കിൽ ട്രെയിനിങ് സപ്പോർട്ട് ഇല്ലാതെ പിന്നീട് ഒരു ഉപജീവന മാർഗത്തിലേക്ക് പോകാൻ ഉള്ള ഒരു ആത്മവിശ്വാസവും ഒരു പക്ഷേ അതിന് തക്കവണ്ണമുള്ള സ്കില്ലും അവർക്ക് ഉണ്ടാകണമെന്നില്ല. ഇപ്പൊ വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സ്കിൽ ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ അവർക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 2031 ആകുമ്പോഴേക്കും നമ്മൾ ലക്ഷ്യം വരുന്നത് അത്തരത്തിൽ അതിക്രമം നേരിടുന്ന മുഴുവൻ സ്ത്രീകൾക്കും ആ നിലയിൽ സ്വന്തം കാലിൽ നിൽക്കുവാൻ തക്കവണ്ണമുള്ള പ്രാപ്തി നേടത്തക്കവണ്ണമുള്ള ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോമിലൂടെ അതൊരു തുടർച്ചയായിരിക്കണം. വ്യക്തികൾ അല്ല, അതിനൊരു സിസ്റ്റം, ഒരു സംവിധാനം തന്നെ ആ നിലയിലേക്ക് അതിനെ പരിവർത്തനപ്പെടുത്തുക എന്നുള്ളതാണ് 2031 ആകുമ്പോഴേക്കും നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിന് ആവശ്യമായിട്ടുള്ള പോഷ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഐസികൾ രൂപീകരിക്കും. ഈ 2025 വനിതാ ദിനം നമ്മളെ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം. അഭിമാനകരം എന്ന് പറയുമ്പോൾ താമസിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാൽ പോലും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായി കാണുന്നു. സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും ഐസികൾ രൂപീകരിക്കപ്പെട്ടതിന്റെ പ്രഖ്യാപനമാ ഈ മാർച്ച് 8 നമ്മൾ നടത്തുകയുണ്ടായി. വെറും പ്രഖ്യാപനമല്ല, വിത്ത് ദ സർട്ടിഫിക്കേഷൻ ഓഫ് ഓൾ ദ HODs, ഓൾ ദ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് വിത്ത് ദ ഇൻവോൾവ്മെന്റ് ഓഫ് എല്ലാ മിനിസ്റ്റേഴ്സിന്റെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വകുപ്പിന്റെ ഈ ഒരു ആവശ്യത്തിന്മേൽ ആ നിർദ്ദേശം നൽകിക്കൊണ്ട് അത് നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഇതിനുശേഷം നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത് IT മേഖലകളുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട്. ഇപ്പൊ IT മേഖലയിൽ നമുക്കറിയാം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള യുവതികൾ അവര് പല തരത്തിൽ ഇപ്പോ വിവാഹിതരായി അവര് ഗർഭിണികളായി കഴിഞ്ഞാൽ നിർബന്ധിതമായി രാജിവെപ്പിക്കുന്ന സാഹചര്യങ്ങൾ, അപ്പൊ വേണ്ട മാനസികമായിട്ടുള്ള പീഡനങ്ങൾ ഉണ്ട്. ഇപ്പൊ മറ്റ് സാഹചര്യങ്ങൾ ഇപ്പോൾ അങ്ങനെ അതുപോലെ അവരുടെ വർക്കിംഗ് അവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അപ്പൊ അങ്ങനെ ഇപ്പോൾ IT മേഖലയുമായി ബന്ധപ്പെട്ടും അതുപോലെ സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും ഐസികൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത്. ചലച്ചിത്ര മേഖലയുമായിട്ടും സീരിയൽ മേഖലയുമായിട്ടും ബന്ധപ്പെട്ടും വർക്ക് പ്ലേസിന്റെ ഡെഫിനിഷൻ എന്താകണമെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൽ കൂടുതൽ വ്യക്തതയോടുകൂടി പോഷ് ആക്ടിലുള്ള ട്രെയിനിങ് നൽകിക്കൊണ്ട് WCC തന്നെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഐസികൾ പേരിന് വേണ്ടി ഐസികൾ രൂപീകരിക്കും. നമ്മൾ 2021 പോർട്ടൽ രൂപീകരിച്ചു, വനിതാ ശിശു വികസന വകുപ്പിന്റെ പോർട്ടൽ. എത്ര സ്ഥാപനങ്ങളിൽ ഐസികൾ ഉണ്ടെന്ന് നേരിട്ട് സർക്കാരിന് മോണിറ്റർ ചെയ്യാൻ കഴിയും. ഒരു പരാതി ലഭിച്ചാൽ ആ പരാതിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കാണാൻ സാധിക്കും. ഫോർ ദ നെയിം സേക്ക് പേരിന് വേണ്ടി ഐസികൾ രൂപീകരിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് WCC തന്നെ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശമാണ്. അത് ട്രെയിൻഡ് ആയിട്ടുള്ള, എന്താണ് ആക്ട് എന്നറിയുന്ന, എന്താണ് ഈ നിയമം എന്താണ് എന്ന് അറിയുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ, അതിന്റെ സർട്ടിഫിക്കേഷൻ വനിതാ ശിശു വികസന വകുപ്പ് കൂടി നൽകും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ആ നിലയിലുള്ള ഒരു പ്രവർത്തനം അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ സീരിയൽ മേഖലയിലും അവരും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ വകുപ്പ് അവരുടെ ട്രെയിനിങ്ങും മറ്റിടപെടലുകളും നടത്തുന്നുണ്ട്.